യു ഡി എഫിൻ്റെ വിജയം വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. യു ഡി എഫിൻ്റെ വിജയം വന്നപ്പോൾ വർഗീയതയുടെ വിജയം. തങ്ങൾ ജയിക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ വിജയം, തങ്ങളെ പിന്തുണക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ പിന്തുണ, തങ്ങൾ പരാജയപ്പെടുമ്പോൾ വർഗീയതയുടെ പരാജയം, തങ്ങൾ പിന്തുണക്കപ്പെടാതിരിക്കുമ്പോൾ ഭീകരവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും പിൻബലം. ഈ പ്രവണത CPM-ൽ അടുത്ത കാലത്ത് അവർ നടത്തിയ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റുകളും പിന്നിട്ട നാൾ വഴികളിൽ CPM സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രിയങ്ക ഗാന്ധി ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ പിൻബലത്തോടുകൂടി ജയിച്ചു, അത് വർഗീയതയുടെ വിജയം. വടകരയിൽ ഷാഫി വിജയിച്ചു, അത് വർഗീയതയുടെ വിജയം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു, അത് വർഗീയതയുടെ വിജയം. നിലമ്പൂരിൽ ആര്യയുടെ ഷൗക്കത്ത് വിജയിച്ചു, അത് വർഗീയതയുടെ വിജയം. അപ്പോൾ തങ്ങൾ മുസ്ലിം മൈനോറിറ്റി മറുഭാഗത്തുള്ള ആ മൈനോറിറ്റി വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ജനാധിപത്യ ചേരി വിജയിക്കുന്ന ഘട്ടത്തിൽ തങ്ങൾ പരാജയപ്പെട്ടാൽ അത് വർഗീയതയുടെ വിജയം. നേരെ മറിച്ച് സുരേഷ് ഗോപി വിജയിച്ചപ്പം മറുഭാഗത്ത് ഹിന്ദു വർഗീയതയുടെ വിജയം എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉമാ തോമസ് തൃക്കാക്കര വിജയിച്ചപ്പോൾ UDFൻ്റെ കാൻഡിഡേറ്റ് തന്നെയാണ്, ഭൂരിപക്ഷ ക്രൈസ്തവ വോട്ടാണ്. അവിടെ ക്രൈസ്തവ വർഗീയതയുടെ വിജയം എന്ന് പറയുന്നില്ലല്ലോ. മലബാറിലും മുസ്ലിം മൈനോറിറ്റി നിലകൊള്ളുന്നിടത്തും തങ്ങൾക്ക് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുമ്പോൾ അവർക്ക് നേരെ വർഗീയതയുടെ ചാപ്പ കുത്തുന്ന സമീപനമാണ് CPM കുറച്ച് നാളായി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.